സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വരുൺ സൂര്യയോടും രാധികയോടും പറയണേ എന്നാണെങ്കിലും അവൻ ഉടനെ എത്തും. കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ തന്നെ അവനാകെ ഷോക്കായി പോയി. എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാമെന്നും ഉടനെ ഇങ്ങോട്ട് വരാമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാണെങ്കിലും ഏട്ടനൊരു കാര്യം ചെയ്യും, ഏട്ടനെ തിരിച്ചു വയ്ക്കുമോ? ഇനിയിപ്പോൾ വേണ്ട കാര്യങ്ങളൊക്കെ അവൻ്റെ ഹെൽപ്പോട് കൂടി തന്നെ ഞാൻ ചെയ്തോളാം. ഏട്ടനെ കാണാതെ അവിടെ അമ്മയും മുത്തശ്ശിയൊക്കെ ടെൻഷനാകുന്നുണ്ടാവും. ഏട്ടനാണ് ഇനി അവരുടെ ധൈര്യം. അമ്മയ്ക്കും അച്ഛനും ഒക്കെ ധൈര്യം കൊടുത്ത് ഏട്ടനവിടെ ഉണ്ടാകണം. ഞാൻ പോവാടാം. എന്നാണെങ്കിലും നിൻ്റെ ഫ്രണ്ടൊന്ന് വരട്ടെ, അവരോട്ടൊന്ന് സംസാരിക്കാമല്ലോ. നീയും രാധികയും സേഫാണെന്ന് ഉറപ്പിച്ചതിന് ശേഷം പോയാലേ എനിക്കൊരു മനസ്സമാധാനം കിട്ടുള്ളൂ. എന്താ ഏട്ടൻ എന്നെ വിശ്വാസമില്ലേ? എടാ അതുകൊണ്ടല്ലേടാ വരുൺ, നിൻ്റെ മുഖത്ത് എപ്പോൾ നോക്കിയാലും നല്ലൊരു കോൺഫിഡൻസും ധൈര്യവും മാത്രമേ ഏട്ടനെ കാണാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷേ എന്നാലും ഇന്ന് അങ്ങനെയല്ലായിരുന്നു ഞാൻ കണ്ടത്. നീ ആകെ തകർന്നു പോയി. എൻ്റെ അനിയനോട് തകർച്ച വന്നാൽ കൂടെ നിൽക്കേണ്ടത് ഈ ഏട്ടനല്ലേടാ. അങ്ങനെയൊക്കെ അവർ സംസാരിച്ച് നിൽക്കുമ്പോഴായിരിക്കോട്ടോ തേജസ്സും വൈഫും കൂടെ അവിടെ എത്തുന്നത്. അങ്ങനെ തേജസ് ആണെങ്കിൽ വരണെ കാണുന്നതും കെട്ടിപ്പിടിക്കുന്നൊക്കെയുണ്ട്. ഇതാ വരണേ എത്ര നാളായി കണ്ടിട്ട്. ഏട്ടനെ ഓർമ്മയുണ്ട്. അന്നേരം വരുൺ രാധികേനെ തേജസ്സിന് പരിചയപ്പെടുത്തി കൊടുക്കുക. ഇത് നീ കാണാത്ത ഒരാളാ, ഇതാ എൻ്റെ ഭാര്യ രാധിക. നീ വിവാഹത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതെൻ്റെ ഭാര്യ വന്ദന. നീ കണ്ടിട്ടുണ്ടല്ലോ, വിവാഹത്തിനൊക്കെ വന്നിട്ടുള്ളതല്ലേ? പിന്നെ കണ്ടിട്ടുള്ളതാണ്. വരുൺ, നമുക്ക് ആദ്യം എവിടെയെങ്കിലും ഒന്ന് പോകാം, എവിടെയെങ്കിലും ഒന്നിരുന്ന് സംസാരിക്കാം. അതിരുന്ന അങ്ങനെ തന്നെ ആവട്ടെ. ഈ സമയം സൂര്യ പറയണേ, എന്നാൽ പിന്നെ നിങ്ങൾ ചെല്ല്, ഞാൻ ഒന്ന് തിരിച്ചു പോകുവാം. ഏട്ടൻ ധൈര്യമായിട്ട് വയ്ക്കോ. വരുണിൻ്റെ രാധികയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഒന്നുമില്ലെങ്കിലും ഇവനെനിക്ക് കുറേ നല്ല സഹായം ചെയ്തിട്ടുള്ളതാ. അങ്ങനെയുള്ളപ്പോൾ ഇവന് വേണ്ട കാര്യങ്ങൾ ഞാനും ചെയ്തു കൊടുക്കണ്ടേ? എന്നാൽ ശരി, രണ്ടുപേരും വാ. അങ്ങനെ പറഞ്ഞ് സൂര്യയുടെ യാത്രയൊക്കെ പറഞ്ഞ് അവർ തേജസ്സിൻ്റെ കാറിൽ അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് പത്മിനി അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ് കേട്ടോ. ഈ സമയം പത്മിനിയാണെങ്കിൽ എന്തോ ആലോചിച്ച് മറ്റെങ്ങോട്ടോ നോക്കി നിൽക്കുമായിരിക്കും. അതുകൊണ്ടായിരിക്കും ഒരു പ്രാവശ്യം കൽപ്പന ഇങ്ങോട്ട് വരുന്നത്. അല്ല ഇതെന്താ ഏട്ടത്തി, ഇതെന്താ ആലോചിച്ച് നിൽക്കുക? അടുപ്പത്തിരിക്കുന്ന കറി അങ്ങ് കരിഞ്ഞു പിടിക്കുമല്ലോ. ഈ സമയത്തായിരിക്കും പത്മിനി അത് ശ്രദ്ധിച്ച് വേഗം തന്നെ ഇളക്കുന്നത്. അതെ ഏട്ടത്തി, ചന്ദ്രേട്ടനെ കുറേ നാൾ ജയിലിലൊക്കെ കിടന്ന് നല്ല ഭക്ഷണമൊന്നും കിട്ടാതിരിക്കും ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഏട്ടന് വേണ്ടി പ്രത്യേകമായിട്ട് ചില ഭക്ഷണങ്ങളൊക്കെ ഒരുക്കി വെക്കണം. ഏട്ടനെ ഡൈനിങ് ടേബിളിൽ നിർത്തി വെച്ചിരുന്ന ഭക്ഷണങ്ങളൊക്കെ കാണുമ്പോഴേ മനസ്സ് നിറയണം. അന്നേരം പത്മിനി പറയുന്നുണ്ട്, അതൊരു ചന്ദ്രശേഖരൻ ഇതിനു മുമ്പും ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുള്ളതല്ലേ, അപ്പോഴൊന്നും കുറ്റമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എന്നാലും അങ്ങനെയല്ലല്ലോ ഇപ്പോൾ. അന്നൊക്കെ ഏട്ടത്തിയല്ലേ ഇവിടെ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഏട്ടനോട് ചോദിക്കും, ഏട്ടനും ഏട്ടത്തിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. ഞങ്ങളൊക്കെ അത് ഇഷ്ടമല്ലെങ്കിൽ പോലും അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കണം. അങ്ങനെയായിരുന്നില്ലേ? ഇനി അത് പറ്റില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല ഇപ്പം എന്താ ഉണ്ടാക്കുന്നത്? സാമ്പാർ. അയ്യേ, സാമ്പാറോ? നിങ്ങൾക്കൊക്കെ ഇതൊന്നും കൂട്ടി കഴിച്ച് മടുത്തില്ലേ? ശീലമായി പോയില്ലേ ഉർവശി? ആയിക്കോട്ടെ, നിങ്ങൾക്ക് അങ്ങനെ ശീലം ഉണ്ടെങ്കിൽ ഇതുണ്ടാക്കിക്കോ. പക്ഷേ ഇതിൻ്റെ കൂടെ മറ്റു ചില സാധനങ്ങൾ കൂടി ഉണ്ടാക്കണം. വേറെ ഇപ്പോൾ പ്രത്യേകിച്ച് വലിയ പനിയും അധികാരങ്ങളും ഒന്നുമില്ലല്ലോ. ഇനിയിപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് ഞാനല്ലേ. എന്താ കൽപ്പന, അങ്ങനെയല്ലേ വേണ്ടത്? പിന്നെ അല്ലാതെ ചെറിയമ്മ പറഞ്ഞതാ ശരി. ഇതിനു മുമ്പേ ഞങ്ങളെ കുറേ ദ്രോഹിച്ചിട്ടുള്ളതാണല്ലോ. പക്ഷേ അതിൻ്റെയൊക്കെ പ്രതികാരം കിട്ടുവാണെന്ന് വിചാരിക്കണ്ട കേട്ടോ. പാവം അമ്മ, കണ്ടില്ലേ ചെറിയമ്മേ, അമ്മ ആകെ ഭയന്ന് നിൽക്കുന്ന പോലെ നിൽക്കുന്നത്. അന്നേരം ഉർവശൂരനെ, പിന്നെ കൽപ്പനെ, നമുക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. ഒന്ന് പുറത്തേക്ക് പോകണം, കുറച്ച് ഷോപ്പിംഗ് നടത്തണം. ചന്ദ്രേട്ടൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ ഇതുപോലെ വില കുറഞ്ഞ സാരിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതൊന്നും ചന്ദ്രേട്ടന് ഇഷ്ടപ്പെടില്ലെന്നേ. ചന്ദ്രേട്ടൻ പറയണേ, ഇതെന്ത് കോലോ ഇതൊന്ന്. ഇനിയിപ്പോൾ കണിമംഗലത്തിൻ്റെ അധികാരിയായ ചന്ദ്രശേഖരൻ്റെ ഭാര്യയല്ലേ, അപ്പോൾ നിലക്കും വിലക്കൊന്നും ഒരു കുറവും വരാൻ പാടില്ലല്ലോ. അതുകൊണ്ട് മനസ്സിഷ്ടപ്പെട്ട കുറച്ച് സാരിയും ഓർണമെൻറ്റ്സും സാധനങ്ങളും ഒക്കെ പർച്ചേസ് ചെയ്യണം. ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. റേഷൻ ആയിരുന്നില്ലേ റേഷൻ. ഏട്ടനും ഏട്ടത്തേക്ക് തോന്നുന്നത് എന്തെങ്കിലും വാങ്ങിച്ചു വരും. നമ്മളതിലിങ്ങ് ജീവിക്കണമല്ലോ. നമുക്കായിട്ട് ഇഷ്ടമുള്ളതെന്നും പറയാൻ പറ്റില്ലല്ലോ. ഏട്ടൻ്റെയും ഏട്ടത്തിൻ്റെയൊക്കെ അധികാരത്തിന് കീഴിലായിരുന്നില്ലേ നമ്മൾ. മാത്രമല്ല പോരാത്തതിന് അമ്മയുടെ വക ഉപദേശങ്ങളും. അന്നേരം കൽപ്പന വരണേ, എന്നാലും എന്തൊക്കെയാ മുത്തശ്ശി നമ്മളോട് കാണിച്ചു കൂട്ടിയത്? ഒരവസരം കിട്ടിയാൽ നമ്മളെ ദ്രോഹിക്കാനല്ലേ മുത്തശ്ശി ശ്രമിച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം സമാധാനം കിട്ടിയല്ലോ. അത് ഇപ്പോഴാണ് ഇനി മനസ്സറിഞ്ഞൊന്ന് ജീവിക്കാൻ പോകുന്നത്. കൽപ്പനെ, നിൻ്റെ ഈ ഡ്രസ്സൊക്കെ പഴയതായി. നമുക്ക് ഡ്രസ്സൊക്കെ ഒരുമിച്ച് വാങ്ങാൻ പോകാം. പിന്നെ എനിക്ക് കുറച്ച് മേക്കപ്പ് സാധനങ്ങളും വേണം. നീ അതിൻ്റെ ലിസ്റ്റൊക്കെ ഒന്ന് തയ്യാറാക്കി വെക്കണം. അതിനെന്താ ചെറിയമ്മേ എന്ന് പറഞ്ഞ് തുള്ളിച്ചാട് നിൽക്കുവാണ്ടോ കൽപ്പന. അതെ ഏട്ടത്തി, ഞങ്ങളെ അരമണിക്കൂർ തിരിച്ചു വരും. അപ്പോഴേക്കും എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കണം. വാ കൽപ്പനെ. അങ്ങനെ പറഞ്ഞ് അവരവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് വരുണും രാധികയും തേജസ്സും വന്ദനയും കൂടി ഒരു റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് സ്നാക്സും ജ്യൂസൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഈ സമയം വരുൺ പറയുന്നുണ്ട്, US പോകാനാ തങ്ങളുടെ ആഗ്രഹമെന്ന്. അതേക്കുന്നതും തേജസ് പറയണേ, അതെന്താണെങ്കിലും നല്ലതാ. US നിൻ്റെ കുറേ ഫ്രണ്ട്സ് ഉള്ളതല്ലേ. അപ്പോൾ അവരുടെ എല്ലാ സഹായത്തിൽ നിനക്ക് പഴയതുപോലെ ആ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരാനും അവിടെ ഒരു ബിസിനസ് തുടങ്ങാനും ഒക്കെ പറ്റും. അതോടെ നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആകും. അത് തന്നെയാണ് തേജസ് ഞാനും മനസ്സിലുദ്ദേശിക്കുന്നത്.
അവിടെ എല്ലാവരും നീ തരുന്നത് പോലെയുള്ള സപ്പോർട്ട് എനിക്ക് തരുവാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് തിരിച്ചു വരാൻ പറ്റും. നിനക്ക് പറ്റുവാടാ വരുൺ. സത്യം പറഞ്ഞാൽ നിന്നെ ഇപ്പോൾ തിരിച്ച് സഹായിക്കാൻ എനിക്കൊരവസരം കിട്ടിയപ്പോൾ എനിക്ക് എത്രത്തോളം സന്തോഷമുണ്ടെന്നറിയോ. അന്നേരം വരുൺ പറയുന്നുണ്ട്, ആദ്യം ഒന്നാണെങ്കിലും എനിക്കിൻ്റെ ആദ്യമേക്കും തൽക്കാലം വിസയ്ക്ക് റെഡിയാവുന്നതുവരെ താമസിക്കാൻ ഒരു ഫ്ലാറ്റ് റെഡിയാക്കണം. വരുൺ, നീ എന്തിനാ വേറെ ഫ്ലാറ്റ് അന്വേഷിക്കുന്നത്? ഞാനും വന്ദനം താമസിക്കുന്ന ഫ്ലാറ്റ് ഉണ്ടല്ലോ, അവിടെ തന്നെ താമസിക്കാം. നമുക്കെല്ലാവർക്കും കൂടി അടിച്ചു പൊളിക്കാന്നേ. ഞങ്ങളുടെ ഫ്ലാറ്റിൽ താമസിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാം അല്ലേ രാധിക? അതേ വരുൺ, അത് തന്നെ ഓർത്താൽ മതി. ഇനി മറ്റൊരു സ്ഥലമൊന്നും അന്വേഷിക്കുകയൊന്നും വേണ്ട. മാത്രമല്ല, നിങ്ങൾക്ക് രണ്ടാൾക്കും കൂടിയുള്ള വിസയ്ക്ക് റെഡിയാവാൻ എന്താണെങ്കിലും ടൈം എടുക്കും. അതുവരെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞങ്ങളുടെ ഫ്ലാറ്റിൽ താമസിക്കാം. ഇതൊന്നും വന്ദനക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അന്നേരം വന്ദന പറയണേ, അതെ ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് നീങ്ങുവാണ്. എന്നിട്ട് തേജസ്സിനോട് ഒന്ന് അങ്ങോട്ട് വരാൻ പറയുവാണ് കേട്ടോ. അങ്ങനെ തേജസ്സിനെ മാറ്റി നിർത്തി വന്ദന പറയണേ, തേജസ് എന്ത് കണ്ടിട്ടാണ് നമ്മുടെ ഫ്ലാറ്റിലേക്ക് അവരെ വിളിച്ചതും? എനിക്കത് ഇഷ്ടമല്ല. അവരും കൂടി നമ്മുടെ ഫ്ലാറ്റിൽ വന്നാൽ നമ്മുടെ പ്രൈവസി പോകും. വന്ദന, താനെന്താ ഇങ്ങനെ പറയുന്നത്? ഞാൻ പറഞ്ഞതല്ലേ വരൺ എനിക്ക് ചെയ്തിരുന്ന സഹായങ്ങൾ. അങ്ങനെ സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്ത് പറഞ്ഞു വിടാൻ നോക്ക്. എനിക്കിഷ്ടമല്ല വന്ദന, ഞാൻ അവരോട് പറഞ്ഞു പോയില്ലേ. എന്ത് കണ്ടിട്ടാ തേജസ് ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലായി. വരുണോടാണ് സംസാരിക്കുന്നതെങ്കിലും തേജസിൻ്റെ നോട്ടം മുഴുവൻ ആ പെണ്ണിൻ്റെ അടുത്തല്ലേ. വന്ദന, നീ ഒന്ന് മര്യാദയ്ക്ക് സംസാരിക്കുന്നുണ്ടോ? എന്ത് തന്നെയാണെങ്കിലും ശരി, അവരാ ഫ്ലാറ്റിലേക്ക് കൊണ്ടുവരാനേ എനിക്ക് തീരെ താല്പര്യമില്ല. എന്തെങ്കിലും പറഞ്ഞ് അവർ ഒഴിവാക്കാൻ നോക്കും. അങ്ങനെ പറഞ്ഞ വന്ദന അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം തേജസ്സാണെങ്കിൽ ആകെ നിരാശയോടെ വരുണിൻ്റെ രാധികയുടെ അരികിലേക്ക് വരുവാ. എടാ വരണേ, ഒരു കാര്യമുണ്ട്, ഞാനേ മറന്നുപോയതാ. ഞങ്ങളോട് രണ്ടുപേരോട് ഉടനെ തന്നെ ദുബായിലേക്ക് തിരിച്ചു വരാൻ പറഞ്ഞിരിക്കുവാണ്. ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ 2-3 ദിവസത്തിനുള്ളിൽ പോകണം. അതിൻ്റെ കാര്യങ്ങളും തിരിച്ചു പോകാനുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ റെഡിയാക്കാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു. നിനക്കറിയാമല്ലോ എനിക്ക് മറവിയുടെ അസുഖമുള്ള കാര്യം. ഞാനാണെങ്കിൽ അതൊന്ന് വിട്ടുപോയി. അന്നേരം വരുൺ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ ഗൾഫിലേക്ക് പോയിട്ട് അങ്ങനെ എപ്പോൾ തിരിച്ചു വരും? പെട്ടെന്ന് തന്നെ തിരിച്ചു വരുമോ? അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, ഞങ്ങളെന്താണെങ്കിലും നിൻ്റെ ഫ്ലാറ്റിൽ തന്നെ ഉണ്ടാകും. അന്നേരം തേജസ് പറയുന്നുണ്ട്, എടാ വരണേ, അതിലൊരു പ്രശ്നമുണ്ട്. സത്യം പറഞ്ഞാൽ ആ ഫ്ലാറ്റ് വന്ദനയുടെ അച്ഛൻ്റെ പേരിലുള്ളതാണ്. ഞങ്ങളിവിടെ നിന്ന് തിരിച്ചു പോകുന്നതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ഒരു ഫ്രണ്ടിനെ അവിടെ താമസിക്കാൻ വേണ്ടി ഉള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് വാക്ക് കൊടുത്തതാണ്. ഞാൻ ആ കാര്യം വിട്ടുപോയി. വന്ദനോട് പറഞ്ഞപ്പോഴാണ് ഞാനത് കൊടുത്തത്. അങ്ങനെ തേജസ്സിൻ്റെ ആ വാക്കുകൾ കേൾക്കുന്നതും വരുണിൻ്റെ രാധികയ്ക്കും കാര്യം മനസ്സിലാകുവാണ്. രാധിക ചോദിക്കണേ, വന്ദനക്ക് അതിഷ്ടപ്പെട്ടില്ല അല്ലേ? എടാ തേജസ്സേ, സാരമില്ലായിരുന്നു. നിനക്ക് ഈ കാര്യം എന്നോട് നേരത്തെ പറഞ്ഞാൽ പോരായിരുന്നു. എടാ വരുണേ, സോറി എടാ. സത്യം പറയാലോ, നിന്നെ സഹായിക്കണമെന്നുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ എന്നെക്കൊണ്ടാ പറ്റാത്ത സാഹചര്യത്തിലായിപ്പോയി. ഇതെല്ലാം വന്ദനയുടെ അച്ഛൻ്റെയാ. അപ്പോൾ അങ്ങേരുടെ മേൽനോട്ടത്തിലാണ് എല്ലാം നടക്കുന്നത്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു കീഴിലാണ് ഞാൻ തട്ടിയും മുട്ടിയും പോകുന്നത്. പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, സന്തോഷമാണ്. സോറിയടാ, നിന്നോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റാത്തതിൽ എനിക്ക് സങ്കടമുണ്ട്. ഏയ് സാരമില്ലടാ, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നീ അത് വിട്ടേക്കും. ഈ സമയം വന്ദന അങ്ങോട്ടേക്ക് വരുവാ. അതെ, ഞങ്ങൾക്ക് തിരിച്ചു പോകുന്നത് പ്രമാണിച്ച് ആൻറ്റിയുടെയും അങ്കിളുടെ വീട്ടിലൊക്കെ പോകാനുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് ഇറക്കിയാലോ തേജസ്? അവരൊക്കെ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് അവിടെ എത്തണ്ടേ? ലേറ്റ് ആകരുതല്ലോ. എന്നാൽ ശരി. അങ്ങനെ പറഞ്ഞ് അവർ രണ്ടാളും കൂടി അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം വരണാണെങ്കിൽ ആകെ തളർന്നൊരവസ്ഥയിലാണ്. അന്നേരം രാധിക പറയണേ, സാരമില്ല വരുൺ, നമുക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു അവസരം ദൈവമായിട്ട് തന്നെ തുറന്നു തരും. അന്നേരം വരുൺ പറഞ്ഞേ, എന്നാലും കുറച്ച് നേരത്തേക്കാണെങ്കിലും നമ്മൾ തൽക്കാലത്തേക്ക് പ്രശ്നങ്ങളൊക്കെ ഒന്ന് അവസാനിപ്പിച്ചു എന്ന് കരുതി. അവൻ കുറച്ച് നേരത്തേക്കാണെങ്കിലും നമ്മളൊന്ന് സന്തോഷിപ്പിച്ച് കളഞ്ഞു. സാരമില്ല, നമുക്ക് സ്വന്തമായിട്ട് ഈ തെരുവുണ്ടല്ലോ, അവിടെ നിന്ന് നമ്മളാർക്കും പറഞ്ഞു വിടാൻ പറ്റില്ലല്ലോ. അങ്ങനെ പറഞ്ഞ് രാധികയും കുട്ടി വരുൺ അവിടെ നിന്ന് ഇറങ്ങുവാണ്. പിന്നീട് കാണിക്കുന്നത് രാത്രിയിലെ ദേവനാരായണൻ വരുണിനെയും രാധിക അന്വേഷിച്ച് ഓരോ സ്ഥലത്തായിട്ട് നടക്കുന്നതാണ് കേട്ടോ. വഴി കാണുന്ന പലരോടും തൻ്റെ മോളെ കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ സമയം പലരും കണിമംഗലത്തെ അവസ്ഥയൊക്കെ അറിഞ്ഞ് അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അല്ല, കണിമംഗലം ജപ്തി ചെയ്തു എന്നറിഞ്ഞു. ചന്ദ്രശേഖരൻ വന്ന് ജപ്തി അവസാനിപ്പിച്ചു എന്നും കേട്ടല്ലോ. എന്നിട്ട് മോളും ഭർത്താവും എവിടെ പോയി? മോളും ഭർത്താവും അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നോ? എന്താ അവർക്ക് പറ്റിയത് എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് ചോദിച്ചുകൊണ്ട് നടക്കുവാണ്. എന്നാൽ ദേവനാരായണനാണെങ്കിൽ അതിനൊന്നും മറുപടി കൊടുക്കാതെ വീണ്ടും അവരെ അന്വേഷിച്ച് നടക്കുവാണ്. ഇതേ സമയം ഒരു കൽബെഞ്ചിൽ രാധികയാണെങ്കിൽ വരുണിൻ്റെ തോളിൽ ഇങ്ങനെ ചാഞ്ഞിരിക്കുന്നുണ്ട്. അന്നേരം വരുൺ രാധികയോട് പറയണേ, എടോ രാധികെ, നമ്മളിനി ഇങ്ങോട്ട് പോകോടോ? ഫ്രണ്ട്സിൻ്റെ ആരുടെയും വീട്ടിലേക്ക് പോകാൻ തോന്നുന്നില്ല. അങ്ങോട്ടിനി ചെന്ന് കഴിഞ്ഞാൽ തേജസ്സിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ പോലെ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിലോ? അതറിഞ്ഞത് വേണ്ട. ഞാനൊരു കാര്യം ചെയ്യട്ടെ, തന്നെ ഞാൻ തിരിച്ച് ആറ്റുവശ്ശേരി കൊണ്ടുപോയാക്കാം. അപ്പോൾ വരണോ? ഞാൻ ഒറ്റക്കാവുമ്പോൾ കുഴപ്പമില്ലല്ലോ, ഞാൻ എവിടെയെങ്കിലുമൊക്കെ കൂട്ടിക്കോളാം. അത് പറ്റില്ല, വരൻ എവിടെയുണ്ടോ അവിടെ ഞാനും ഉണ്ടാവും. നമുക്കൊന്നിച്ച് നേരിടാന്നേ. നമ്മളവിടെ നിന്ന് തിരിച്ചിറങ്ങിയപ്പോൾ അവരോട് ഓരോന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ച കാര്യമൊന്നും മറന്നിട്ടില്ലല്ലോ. പിന്നെ എന്ത് പറ്റി വരണ്? അതൊക്കെ മറന്നിട്ടില്ല. പക്ഷേ
നേരോ നമ്മുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആകെ തളർന്നു പോകുവാടോ. ഓരോ പ്രതീക്ഷകളായിട്ട് ഇല്ലാതാവുന്ന പോലെ തോന്നുക. വരൺ ഇങ്ങനെ തളരല്ലേ. എന്തെങ്കിലും ഒരു വഴിയായിട്ട് ദൈവം തന്നെ മുമ്പിൽ കൊണ്ടുവന്നു തരും. എൻ്റെ കണ്ണനെ നമുക്കുള്ളൊരു വഴി കാണിച്ചു തരും. കണ്ണൻ തന്നെ സഹായത്തിന് മുമ്പിൽ വരും. വരൺ നോക്കിക്കോ എന്ന് പറഞ്ഞ് വരൺ ആശ്വസിപ്പിക്കുവാണ്. ഈ ഒരു സമയത്ത് തന്നെ ദേവനാരായണൻ അവരുടെ മുമ്പിലേക്ക് വരുക. മോളെ എന്നും വിളിച്ച് ദേവൻ രാധികയുടെ അരികിലേക്ക് ചെല്ലുവാണ് കേട്ടോ. അങ്ങനെ അച്ഛനെ കാണുന്നതും രാധികയും വരണമൊക്കെ ഒന്ന് ഞെട്ടുവാണ്. അങ്ങനെ സങ്കടത്തോടെ അച്ഛനെ പോയി കെട്ടിപ്പിടിക്കുവാൻ കേട്ടോ രാധിക. എന്താ മക്കളെ ഇതൊക്കെ? വരുൺ, നിങ്ങളെ ഞാൻ കുറേ തവണ ഫോണിൽ വിളിച്ചു. എന്താ നിങ്ങൾ ഫോൺ എടുക്കാത്തത്? പരമേശ്വരൻ സാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. നിങ്ങൾ എങ്ങോട്ട് പോകാനാണ് തീരുമാനിച്ചത്? അന്നേരം വരുൺ പറയണേ, അത് പിന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അത് നടന്നില്ല. ഇനി ഒന്നും പറയണ്ട, രണ്ടുപേരും എൻ്റെ കൂടെ വാ, നമുക്ക് ആറ്റുവാശ്ശേരിയിലേക്ക് പോകാം. അത് വേണ്ടച്ചാ, ഞങ്ങൾ അങ്ങോട്ട് വന്നാൽ ശരിയാവില്ല എന്ന് വരുൺ പറയണേ. അതെന്താ പ്രശ്നം? പ്രിയങ്കയും മുത്തശ്ശിയാണോ? എന്നാലേ അവരവിടെ ഇല്ല. അവരോട് പോയച്ചാ? അവർ ഫ്ലാറ്റിലേക്കോ മറ്റോ മാറിയെന്നാണ് പറയുന്നത്. ഫ്ലാറ്റിലേക്കോ? ആ പിന്നല്ലാതെ, നിങ്ങളെ ചതിച്ച് പറ്റിച്ചെടുത്ത പണമൊക്കെ അവരുടെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ പിന്നെ അവർക്ക് എന്താ ആകാത്തത്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ രണ്ടാളും ധൈര്യത്തോടെ അങ്ങോട്ടേക്ക് വാ. ഈ സമയം രാധിക ചോദിക്കണേ, വരുൺ എന്നാൽ നമുക്ക് അച്ഛൻ്റെ കൂടെ പോയാലോ? എടാ രാധിക, വേണ്ട, അത് ശരിയാവില്ല. അച്ഛനും അമ്മയ്ക്കും ഞങ്ങളോട് ഒത്തിരി സ്നേഹമാണെന്നറിയാം. നിങ്ങളുടെ ആ സ്നേഹം കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടല്ല. ഇനിയൊരു സ്ഥലത്ത് നിന്നും കൂടി നാളം കെട്ട് ഇറങ്ങേണ്ടി വന്നാൽ അത് വേണ്ടച്ചാ, അത് ശരിയാവില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഇനി പ്രിയങ്കയും മുത്തശ്ശിയും കൂടി പ്രശ്നം എന്തെങ്കിലും ഉണ്ടാക്കാൻ വന്നാലേ അവരോട് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയാം. ആ വീട്ടിപ്പോഴും എൻ്റെ പേരിലാണ്. അതുകൊണ്ട് അവരെ പറഞ്ഞ് നിലക്ക് നിർത്തേണ്ട കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. മോൻ ധൈര്യമായിട്ട് എൻ്റെ കൂടെ വാ. എന്നാലും വേണ്ടച്ചാ, അത് ശരിയാവില്ല. പല കാര്യങ്ങളും ആലോചിച്ചിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം മോനെ. ഞാൻ യശോദയെ കൂടി ഇങ്ങോട്ട് വിളിക്കാം. ഞങ്ങൾ കൂടി നിങ്ങളോടൊപ്പം വരാം. നിങ്ങളെ ഇങ്ങനെ തനിച്ച് വിടാനേ ഈ അച്ഛന് മനസ്സില്ല. നിങ്ങൾ എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ട് ഞങ്ങളും കൂടി വരാം. ഞാൻ അമ്മയെ വിളിക്കാം. അന്നേരം അത് കേൾക്കുന്നതും വരൺ പറയണേ, അല്ലച്ചാ വേണ്ട, അമ്മയൊന്നും വിളിക്കണ്ട. ഞാനും രാധികയും കൂടി അച്ഛൻ്റെ ഒപ്പം വരാം. പക്ഷേ ഞങ്ങൾക്ക് സേഫായിട്ട് നിൽക്കാൻ മറ്റൊരു സ്ഥലം കിട്ടിയെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഞങ്ങൾ തിരികെ പോവും. അതിനച്ഛനെതിരൊന്നും പറയരുത്. ഇല്ല മോനെ, ഒന്നും പറയില്ല, നിങ്ങൾ വേഗം വാ. അങ്ങനെ പറഞ്ഞ് വരണിനെയും രാധികയും ആറ്റുവാശ്ശേരിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ കേട്ടോ ദേവൻ. പിന്നീട് കാണിക്കുന്നത് സൂര്യനെയാണ്. സൂര്യ അങ്ങനെ മുത്തശ്ശിയോടും അമ്മയോടും ഒക്കെ വരണിൻ്റെ രാധികയുടെയും കാര്യമൊക്കെ പറയണേ. എന്താണെങ്കിലും വരണിൻ്റെ കാര്യം ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആവേണ്ട. അവൻ എന്താണെങ്കിലും പിടിച്ചു നിൽക്കും. അതിനുള്ളൊരു വഴി അവൻ കണ്ടെത്തിയിട്ടുണ്ട്. ഈ സമയം മുത്തശ്ശി പറയുന്നുണ്ട്, ഇവിടെ ഇപ്പോൾ അധികാരമൊക്കെ പിടിച്ചെടുത്തതിൻ്റെ സന്തോഷത്തിൽ ഉന്മാദിച്ച് നടക്കുവാണ് ആ കൽപ്പന ഉർവശിയും കൂടി ചേർന്നിട്ട്. ഇന്ന് രാവിലെ മുതൽ ഇവളായിരുന്നു അടുക്കള. പത്മിനെ ഇവിടെ അടുക്കള ജോലിക്കാരിയാക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയം സൂര്യ പറയണേ, എന്താണെങ്കിലും ഇതൊന്നും അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. ഇതിനു മുമ്പ് ഇവിടെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതിന് പ്രതികരിച്ചുകൊണ്ടിരുന്നത് വരണായിരുന്നു. എന്നാലിപ്പോൾ വരൺ ഇവിടെ ഇല്ലല്ലോ. അതിൻ്റെ ധൈര്യത്തിൽ അവരോരോന്ന് ചെയ്തു കൂട്ടുന്നത്. പക്ഷെ ഞാനിതിന് വെറുതെ വിടാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് ദേഷ്യത്തിൽ നിൽക്കുവാണ്ടോ സൂര്യ. അപ്പോൾ ഈ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. പിന്നീട് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് ചന്ദ്രശേഖരൻ കടമംഗലത്തേക്ക് വരുവാണ് കേട്ടോ. അങ്ങനെ ചന്ദ്രശേഖരൻ്റെ കൂടെ ഗൗതം ഉണ്ടാവും. ഗൗതം മുറ്റത്ത് തന്നെ നിൽക്കുവാണ്. അതുകൊണ്ട് ചന്ദ്രശേഖരൻ പറയണേ, ഡാ മോനെ, നീ ധൈര്യമായിട്ട് കയറി വാടാ. നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാനേ ആരുമില്ല. നിൻ്റെ അച്ഛൻ്റെ സ്വന്തമാണ് ഇപ്പോൾ കണിമംഗലം. ഈ അച്ഛൻ തിരിച്ചു പിടിച്ചതാ കണിമംഗലം വീട്. അവിടെ നിന്നെ പുറത്തിറക്കാനായിട്ട് ഒരാൾക്കും ധൈര്യം ഉണ്ടാവില്ല. നീ ധൈര്യത്തോടെ കയറി വാ എന്നും പറഞ്ഞ് ഗൗതത്തിനെ അകത്തേക്ക് ക്ഷണിക്കുവാണ് കേട്ടോ ചന്ദ്രശേഖരൻ. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കയും മുത്തശ്ശിയൊക്കെ വലിയൊരു ഹോട്ടലിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നതാണ്. അങ്ങനെ തങ്ങൾക്ക് കിട്ടിയ ഭാഗ്യത്തെയും സൗഭാഗ്യത്തെക്കുറിച്ചൊക്കെ അവർ പറയുകയും അതുപോലെ അവരുടെ പുതിയ പ്രൊഡക്ഷൻ കമ്പനിയെ കുറിച്ചുള്ള കാര്യങ്ങൾ ഷർത്തുമായിട്ട് ഡിസ്കസ്സൊക്കെ ചെയ്യുകയാണ് അവർ. പിന്നീട് ദേവനാരായണൻ തിരുമേനി രാധികനെയും വരനെയും കൂട്ടി ആറ്റുവാശ്ശേരിയിലെത്തുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. അങ്ങനെ അവരെ കാണുന്നതും യശോദ സന്തോഷത്തോടെ അവരുടെ അരികിലേക്ക് ഓടിച്ചെല്ലുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാത്ത വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്